എൻ്റെ പേര് ആർച്ച. ഞാൻ നിതിൻ്റെ ക്ലാസ്മേറ്റാണ്. ഫസ്റ്റ് ഇയർ BDS സ്റ്റുഡൻ്റാണ് അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ. പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. റാം സാറിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സത്യമാണ്. അവൻ്റെ പേപ്പർ എല്ലാവരും മുമ്പിൽ വെച്ച് ഓരോ കുട്ടികളായിട്ട് കൊടുത്ത് വായിപ്പിച്ച് അവനെ നല്ല രീതിക്ക് ഹറാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനെ മാത്രമല്ല, ക്ലാസ്സിനെ ഫുൾ ബോഡി ഷെയിം ചെയ്യാറുണ്ട്. എന്നെ ഫാറ്റി ഗേൾ എന്ന് വിളിക്കാറുണ്ട്. നിറം കുറവാണെങ്കിൽ കറുത്തിട്ടാണ് പറയാറുണ്ട്. നിറം കൂടിയ കുട്ടിയാണെങ്കിൽ യു ലുക്ക് ലൈക്ക് സിൻഡ്രല്ല എന്നും പറയാറുണ്ട്. നമ്മളെയൊക്കെ അപ്പോൾ അങ്ങ് അടിച്ച് താത്ത സംസാരിക്കുന്നത്. ഇപ്പം ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷം സീനിയേഴ്സ് നമ്മളോട് പറയുന്നുണ്ട് അവർ ഇങ്ങനെ ഒരു ട്രോമ കടന്നിട്ട് വന്നേ, അവരും സൂയിസൈഡ് അറ്റം വരെ എത്തിയിട്ടുണ്ട്. ഇതിന് മുന്നേ നമ്മളിട്ട് പറഞ്ഞു റാമെന്ന് പറഞ്ഞ സാറുണ്ട്, എല്ലാവരും നോക്കുക, സാർ എന്താണ് പറഞ്ഞത് അത് ചെയ്യുക, സാർ അറ്റൻഡൻസ് കളയും. അതാണ് നമ്മൾ എത്രയും പേടി. അറ്റൻഡൻസ് ഇല്ലെങ്കിൽ എക്സാം പോലും എഴുതാൻ പറ്റത്തില്ല. ക്ലാസ്സിൽ കയറി അന്നത്തെ ദിവസം കളയും, പിറ്റേ ദിവസം കളയും, ഒരു മാസത്തെ വേണമെങ്കിൽ അങ്ങനെ കളയും. അത് പേടിച്ചിട്ടാണ് ക്ലാസ്സിൽ പോണേ. ക്ലാസ്സിൽ പോകുമ്പോൾ തന്നെ പറയും നിങ്ങളൊന്നും പഠിപ്പിക്കത്തൊന്നുമില്ല. മതപരമായ കാര്യങ്ങളും ബോഡി ഷേമിങ്ങും മാത്രം. 1 മണിക്കൂർ ക്ലാസ് എങ്കിൽ 55 മിനിറ്റും അത് മാത്രമേ പറയത്തുള്ളൂ. 5 മിനിറ്റ് മാത്രം ക്ലാസ് എടുത്തിട്ട് പോകും. ക്ലാസ് എടുത്തിട്ട് പോയി ഒന്നും പഠിപ്പിക്കാറില്ല. അങ്ങനെ പിറ്റേ ദിവസം വരുമ്പോൾ ടെക്സ്റ്റ് വായിച്ചാൽ ചോദിക്കും, പഠിപ്പിച്ചാലേ ടെക്സ്റ്റ് വായിക്കാൻ പറ്റത്തുള്ളൂ. അത് വായിച്ചില്ലെങ്കിൽ പറയും എല്ലാവരും ഇറങ്ങിപ്പോക്കോ, നിങ്ങൾക്ക് 3 മാസത്തെ അറ്റൻഡൻസ് ഇല്ല എന്ന് പറയും. അറ്റൻഡൻസ് ഇല്ലെങ്കിൽ എക്സാം പോലും എഴുതാൻ പറ്റത്തില്ല. എന്ത് പറഞ്ഞാലും ഒന്ന് പറഞ്ഞ രണ്ടിന് അറ്റൻഡൻസാണ് കളയുന്നത്. അവനെ നന്നായിട്ട് ഹറാസ് ചെയ്യുന്നത്. അവൻ ടാർഗറ്റ് ആയിരുന്നു സാറിന്റെ. ക്ലാസ്സിൽ വെച്ച് അവനോട് മീറ്റിങ്ങിന് എന്താ വരാത്തേ ചോദിച്ചു പാരൻസ്. അപ്പോൾ പറഞ്ഞു അമ്മയ്ക്ക് വയ്യ, സർജറി കഴിഞ്ഞിട്ടേ ഉള്ളൂ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇനി അമ്മയ്ക്ക് കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ, വരാൻ പറ്റത്തില്ലേ ചോദിച്ചു. അങ്ങനെ അവനോട് എന്തോ പറഞ്ഞു, എന്നാൽ നിന്റെ ഓർഗനും കൂടെ നീ കളഞ്ഞോ എന്നുള്ള രീതിയിലൊക്കെ അവനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ക്ലാസ്സിലിരിക്കുന്ന കുട്ടിയെ വേറെ കുട്ടി കൊണ്ട് അടിപ്പിക്കുക, അടിച്ച് ശരിയായില്ലെങ്കിൽ ചോദിക്കും നീ എന്താ ട്രാൻസ്ജെൻഡർ ആണോ, ഗേ ആണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നമുക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല അവിടെ. ഞങ്ങൾക്കിപ്പോൾ കംപ്ലൈന്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. പേടിച്ചിട്ടാ കംപ്ലൈന്റ് ചെയ്യാത്തത്. ചെയ്യുമ്പോൾ പിന്നെ സാർ അറിഞ്ഞിട്ട് എന്താ ഇനി പറയാൻ പോകുന്നത്, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ എക്സാം തോപ്പിക്കും, 5.5 വർഷത്തെ കോഴ്സ് 10 വർഷം 12 വർഷം ഇരിക്കേണ്ടി വരും. ആ ഒരു ടെൻഷൻ കാരണം ആരും ഒന്നും ചെയ്യാറില്ല. സാറിന് സസ്പെൻഷൻ എന്തോ കഴിഞ്ഞ വർഷം എന്തോ കിട്ടിയിട്ടുണ്ടായെന്ന് പറഞ്ഞു. സാറ് ക്ലാസ്സിലും പറയാറുണ്ട് എനിക്ക് സസ്പെൻഷൻ കിട്ടിയാലോ ഒന്നുമില്ല, അതിനെക്കാട്ടി ഞാൻ ഊർജ്ജത്തോടെ ഞാൻ ക്ലാസ്സിൽ വരും, നിങ്ങൾ കംപ്ലൈന്റ് ചെയ്തോ, എന്താന്ന് വെച്ചാൽ കംപ്ലൈന്റ് ചെയ്തോ, എനിക്ക് കുഴപ്പമില്ല. ക്ലാസ്സിൽ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ട്, എല്ലാം സത്യ. ആ കുട്ടി പറഞ്ഞതൊക്കെ സത്യ. ഇതിലൊന്നും കള്ളത്തരം ഒന്നുമില്ല.